ഞാനിന്ന് വേറൊരു വിഷയത്തിൽ വീഡിയോ ചെയ്യാനാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ നെതന്യാഹു സമ്മതിക്കണില്ല. ഞാനെന്ത് ചെയ്യും? നെതന്യാഹു കഴിഞ്ഞ ദിവസം എപ്പോഴോ ട്രംപിനെ വിളിക്കുന്നു. ചേട്ടാ, ഞാൻ ഹമാസിനിട്ടൊരു പണി കൊടുക്കാൻ പോവുകയാണ്. അത് നീ കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അതെന്താ ഇത്ര പുതിയ കാര്യം? അതങ്ങനെയല്ല. ഇത്തവണ അവന്മാർ ഖത്തറിലിരിപ്പുണ്ട്. ഞാൻ ഖത്തറിൽ ചെന്ന് അവന്മാരെ തീർക്കും. എടാ, നീ എന്താ ഈ പറയുന്നത്? ഖത്തറിലൊക്കെ പോയി എന്താ ഇത്? അല്ല, ഖത്തറിലെ ദോഹയിലാണ് അവരിയ്ക്കുന്നത്. അതെ, ദോഹയിൽ എൻ്റെ വലിയ സൈനിക താവളമുണ്ട് അവിടെ. അമേരിക്കയുടെ ഏറ്റവും വലിയ, ഗൾഫിലെ ഏറ്റവും വലിയ സൈനിക താവളം അത് ഖത്തറിലാണ്. അപ്പം നീ എൻ്റെ തലയ്ക്കാണ്? ചേട്ടനൊന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ പ്രിസിഷൻ ഓപ്പറേഷനല്ലേ എൻ്റെ. ഏത് ബിൽഡിങ്ങിൻ്റെ ഏത് ഫ്ലോറിൽ ഏത് മുറിയിൽ ഇരിക്കുന്നു നോക്കിയിട്ട് ആ ഫ്ലോറിലെ ആ മുറി മാത്രം പൊട്ടിച്ച് ഞാൻ ഉമ്മാരെ തീർത്തിട്ട് കാര്യം കഴിക്കും. അതാണ് പരിപാടി. നോക്കിയും കണ്ടുമൊക്കെ വേണമുണ്ടാ കേട്ടോ. അല്ല, ചേട്ടനൊന്നും അറിഞ്ഞില്ല. ചേട്ടൻ അറിഞ്ഞെന്ന് പറയാനേ പോകണ്ട. ഞാൻ കാര്യം അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഖത്തറിലൊക്കെ പോയി ആക്രമിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഇസ്രായേൽ ഈജിപ്തിനോട്, സൗദി അറേബ്യയോട്, UAE-യോട്, എന്തിന് ഒമാനോട്, ഇവരോടൊക്കെ പറയാതിരിക്കില്ല. അപ്പോഴേ ഞാനിത് ചെയ്യാൻ പോവാണ്. അയ്യോ, അത് വലിയ പ്രശ്നമാകുമല്ലോ ചേട്ടാ. കാരണം നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങളങ്ങ് അപലപിക്കുന്നു. നിങ്ങൾക്ക് അപലപിക്കാൻ ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, എനിക്കറിയാം ഇംഗ്ലീഷിൽ. ഞാൻ ഈ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇമെയിൽ ചെയ്യുക. നിങ്ങൾ ആ പ്രസ്താവന അങ്ങ് നടത്തിയാൽ മതി. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അല്ല, അത് ആൾനാശമൊന്നും ഇല്ലെന്ന്. ആൾനാശമൊന്നും ഞാൻ ഏറ്റില്ലോ, ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞ് തയ്യാറെടുത്തിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങേര് ദോഹയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ നേർക്ക് ഒരൊറ്റ ആക്രമണം, വെട്ടിപ്പോക, ഒന്നും പറയണ്ട. ഇപ്പോൾ ആരൊക്കെ മരിച്ചു എന്ന് ആർക്കും അറിഞ്ഞൂടാ. പേരുകൾ പലതും മാറി മാറി വരുന്നു. ഞാൻ പല വെബ്സൈറ്റുകൾ അത് ഇതൊക്കെ എടുത്ത് നോക്കി. ആരും കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മീഡിയ വൺ നോക്കി. അവരാണല്ലോ ഈ ഗാസയുടെയും ഹമാസിൻ്റെയൊക്കെ കേരളത്തിലെ ഉത്തരവാദികൾ, അവരാണല്ലോ. അപ്പോൾ അവർ സത്യാവസ്ഥ പറയുമെന്ന് വിചാരിച്ചു. അവർ തോന്നിയ മാസം പേരുകളൊക്കെ എഴുതി കാണിക്കുന്നു. അവരുടെ ഫ്ലാഷിൽ ഇങ്ങനെ പല പേരുകൾ. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. മുഹമ്മദ് അൽ ഹയ്യ, മുഹമ്മദ് അൽ ബാഷാം, അൽ ബാഷാമിൻ്റെ മകൻ ബാഷാം മുഹമ്മദ്, ഇങ്ങനെയൊക്കെ പല പേരുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പണ്ട് ഈ ജനേകം പത്രത്തിൽ വലിയ ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ അന്ന് കാമ്പശ്ശേരി കരുണാകരൻ പത്രാധിപരായിട്ടിരിക്കുന്നു. സ്വരൺ സിംഗ് വിദേശകാര്യമന്ത്രിയായിരിക്കുന്നു. അപ്പോൾ അന്ന് ബ്ലോക്കൊക്കെ എടുക്കണം, കാശിയിലുള്ള സംഗതിയാണ്. സ്വരൺ സിംഗിൻ്റെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ ബ്ലോക്ക് എടുക്കാനുള്ള കാശൊന്നും ജനകീയത്തിലില്ല. അപ്പോൾ കാമ്പശ്ശേരി പറഞ്ഞു, എടാ, പണ്ട് ആ മിൽഖാ സിംഗിന് ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം കിട്ടിയപ്പോൾ നമ്മളൊരു സിംഗിൻ്റെ പടം കൊടുത്തിരുന്നല്ലോ, ആ പടം തന്നെ സ്വർണ്ണസിംഗ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു. അയ്യോ ചേട്ടാ, ഇത് സ്വർണ്ണസിംഹൻ, മറ്റേത് മിൽഖാ സിംഹൻ. എടാ, ഇതൊക്കെ തമ്മിൽ മലയാളികൾ എങ്ങനെ തിരിച്ചറിയുന്നത്? താടിയും തലപ്പാവും വെച്ച് 2 പേര് എങ്ങനെ തിരിച്ചറിയാം? നീ അത് കൊടുക്കും. അങ്ങനെ ജനകൻ രക്ഷപ്പെട്ടു എന്നൊരു തമാശ കഥയുണ്ട്. നടന്നതായിരിക്കില്ല കേട്ടോ, ഏതായാലും അങ്ങനെ ഒരു കഥയുണ്ട്. ഇതുപോലെ നമ്മുടെ മീഡിയ വൺ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പേരുകളൊക്കെ ഹയ്യ ഹുയ്യ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ച് ജനം ഇത് ഓർത്തിരിക്കാനും പോകുന്നില്ല. വാർത്ത കൊടുത്തുന്നുമായി ഭയങ്കര ആവേശം. അപ്പോൾ ഞാൻ മറ്റ് ചാനലുകളൊക്കെ നോക്കി. മറ്റ് ചാനലുകൾ താഴത്ത് കൂടെ സ്ക്രോള് പോകുന്നേ ഉള്ളൂ. മീഡിയ വണ്ണിൽ വലിയ നെഞ്ചത്തടിയും നിലവിളിയൊക്കെ നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ ഓടുന്നു ചാടുന്നു, വെടിവെപ്പിൻ്റെ എന്തോ ബോംബിടുന്നതിൻ്റെയൊക്കെ ഏതൊക്കെയോ വിഷ്വൽ കാണിക്കുന്നു. ഇതും തിരിച്ചറിയാൻ പറ്റില്ല. ഗാസ ഏതാ ദോഹ ഏതാന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. അതും ചാരവും പുകയൊക്കെ പോകുന്ന സ്ഥലത്ത് ഇത് ഗാസയാണോ അതോ യുക്രൈനാണോ അതോ ഖത്തറാണോ, ഇതെങ്ങനെ തിരിച്ചറിയും? അപ്പോൾ അതുകൊണ്ട് ആ ടിക്കറ്റ്, ആ വിഷ്വൽ എന്ന് പറഞ്ഞിട്ട് അവരും കാണിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് ചാനലുകൾ നിലവിളി തുടങ്ങിയിട്ടില്ല. അതാണ് എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. സാധാരണഗതിയിൽ
ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മലയാളി വികാരമൊക്കെ ഉണ്ടാകണം. ഖത്തറിൽ ഇത്ര ലക്ഷം മലയാളികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയൊക്കെ വരേണ്ടതാണ്. അതിന് നേരം വെളുക്കുമ്പോൾ പത്രത്തിൽ വരുമായിരിക്കും. അപ്പം ഞാൻ രാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിത് കണ്ടുവരുമ്പോൾ മണി 11:30 ആകും. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ കിട്ടുമായിരിക്കും. ഏതായാലും ഞാൻ അന്വേഷിച്ച് നോക്കിയതിൽ കോമൺ ഫാക്ടറായിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ എൻസൈക്ലോപീഡിയ ഗ്രോക്കാണല്ലോ, ഗ്രോക്കിനോട് ചോദിച്ചു. ഗ്രോക്കുള്ള സത്യം പറഞ്ഞു. ഒരു 6 പേരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് തന്നിട്ട് ഗ്രോക്ക് പറഞ്ഞു, ദേ ഈ 6 പേരിൽ ആരൊക്കെയോ മരിച്ചെന്നും മരിച്ചില്ലെന്നും ഒക്കെ പലവിധ വാർത്തകളുണ്ട്. ഇതിനൊന്നും ഒരു കൺഫർമേഷനും ഇല്ല. ഖത്തർ സർക്കാർ ഇതൊന്നും മിണ്ടിയിട്ടില്ല. ഇസ്രായേലും ആളിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ ഒരു കാഞ്ഞ ട്വീറ്റ് കേട്ടോ. ടുഡേയ്സ് ആക്ഷൻ അഗൻസ്റ്റ് ദ ടോപ്പ് ടെററിസ്റ്റ് ചീഫ്റ്റെയിൻസ് ഓഫ് ഹമാസ് വാസ് എ ഹോളി ഇൻഡിപെൻഡൻറ്റ് ഇസ്രായേലി ഓപ്പറേഷൻ. ഇൻഡിപെൻഡൻ്റാണ്, വേറെ ആരെയും ഞങ്ങൾ ചേർത്തിട്ടില്ല. അല്ല, ചേട്ടൻ അമേരിക്കയോട് പറഞ്ഞില്ലേ, അത് അറിയിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇസ്രായേൽ ഇനിഷ്യേറ്റഡ് ഇറ്റ്, കണ്ടക്റ്റഡ് ഇറ്റ് ആൻഡ് ഇസ്രായേൽ ടേക്സ് ഫുൾ റെസ്പോൺസിബിലിറ്റി. ആരെങ്കിലും ഇങ്ങനെ പറയുമോ? ഏതെങ്കിലും രാഷ്ട്രത്തലവൻ? വി ഇനിഷ്യേറ്റഡ് ഇറ്റ്, വി കണ്ടക്റ്റഡ് ഇറ്റ്, വി ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. കംപ്ലീറ്റ് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളാണത് ചെയ്തത്, ഞങ്ങളത് നടത്തി, ഞങ്ങളത് തുടങ്ങി, ഞങ്ങളത് നടത്തി, ഞങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം. ഇതാണ്. അതുകൂടാതെ രാവിലെ തന്നെ ആശാൻ്റെ വേറൊരു വീഡിയോ ഇറങ്ങിയിരുന്നു. പുള്ളി ജെറുസലേമിലെ ഒരു എംബസി ഫങ്ഷൻ, അതിൽ സംസാരിക്കുന്നു. അതിൽ ഈ ഇസ്രായേലുകാരുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് ഏറ്റവും അവസാനം പുള്ളി ഇംഗ്ലീഷിൽ സംസാരിച്ചു. അത് ഗസയിലെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും കേൾക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. നമുക്ക് യുദ്ധവും വഴക്കുമൊക്കെ നിർത്താം. നിങ്ങളുടെ നേതാക്കന്മാർ ഒട്ടും ശരിയല്ല. അവർ ഈ അക്രമമൊക്കെ കാണിച്ചിട്ട് അണ്ടർഗ്രൗണ്ടിൽ കയറി താമസിക്കും. ഓവർ ഗ്രൗണ്ടിൽ നിങ്ങളാണ്. എൻ്റെ അടി കൊള്ളുന്നത് നിങ്ങൾക്കാണ്, എനിക്കതറിയാം. പക്ഷേ നിങ്ങളെ ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് അവർ ഉപയോഗിക്കുന്നു. ഈ കലാപരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുക. അവരെ തള്ളിപ്പറ, അവരെ തള്ളിക്കള. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈ കോമരങ്ങളെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കാൻ കൂട്ടുനിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ്റെ പ്രസംഗം. ശരിയല്ലേ? ഇവർ ഈ പണിയാണ് ചെയ്യുന്നത്. ഇവർ തുരങ്കത്തിൽ കയറി ഒളിക്കും, അല്ലെങ്കിൽ ഖത്തറിൽ പോയി താമസിക്കും. ഖത്തറിൽ സേഫാണെന്നാണ് അവരുടെ വിചാരം. അതല്ല എന്ന് നെതന്യാഹു പച്ചയ്ക്ക് പ്ലെയിനായിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പല സ്ഥലങ്ങളിൽ പോയി താമസിച്ച് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നാരും വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അതായത് ഹമാസ് തലവന്മാർ ഖത്തറിൽ, UAE, സൗദി അറേബ്യയിലൊക്കെ പോയി ഹോട്ടലിൽ താമസിക്കുക. അപ്പോൾ സൗദി അറേബ്യ ഹോട്ടലാകുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാമെന്ന് പറഞ്ഞിട്ട് ഈ ആശാൻ ഇവിടെ കഴിയുകയാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കാശുമൊക്കെ മേടിച്ചിട്ട് ഈ സഹായം ആ സഹായം, ഭക്ഷണത്തിലുള്ള സഹായം, കൊടുകാശ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് ഇവൻ സന്തോഷമായിട്ട് കഴിയുകയാണ്. ഇസ്രായേൽ പറഞ്ഞു, ആ കാലം അവസാനിച്ചു. നിങ്ങൾ എവിടെ പോയി താമസിച്ചാലും, ആകാശത്ത് കൂടുകൂട്ടിയാലും, നക്ഷത്രങ്ങൾക്കിടയിൽ പോയി താമസിച്ചാലും ഞാൻ നിങ്ങളെ പിടിക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ മെസ്സേജ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറ. ഇസ്രായേൽ ഇതിന് പേരിട്ടിരിക്കുന്നത് സമ്മിറ്റ് ഓഫ് ഫയർ എന്നാണ്. അഗ്നിയുടെ ഉച്ചകോടി. എൻ്റെ ദൈവമേ, ഇങ്ങനൊരു പേരിടണമെങ്കിൽ അവരുടെ ആ ഉള്ളിലെ അഗ്നിയുടെ താപം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അഗ്നിയുടെ ഉച്ചകോടി, സമ്മിറ്റ് ഓഫ് ഫയർ, ഇതാണ് ദോഹയിൽ അവർ നടത്തിയത്. 2 പേരുടെ മരണം ഏകദേശം ഉറപ്പാണ്. ഗ്രോക്ക് തന്ന ഫീഡ്ബാക്ക്, മറ്റ് സാധനങ്ങൾ ഒക്കെ നോക്കി മീഡിയയിൽ കാണിച്ച ഓരോറ്റ പേരുകാരൻ പോലും മരിച്ചിട്ടുമില്ല, ജീവനോടെയില്ല. അവർ ഈ ജനൈകം പ്രിൻസിപ്പിൾ വെച്ചിട്ട് പേരടിച്ച് വിട്ടിരിക്കുക. അതുപോലെ ഖാലിദ് മഷാൽ, പിന്നെ ഖലീൽ അൽ ഹയ്യ, ഈ 2 പേരും മരിച്ചതായിട്ട്. ഹയ്യ എന്നൊക്കെ പറഞ്ഞ് എന്തുവായിക്കോട്ടെ, അതാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഈ 2 പേരും മരിച്ചു. ഇതൊരു കോമൺ ഫാക്ടറായിട്ട് എല്ലാ വാർത്തയിലും കാണുന്നുണ്ട്. ബാക്കി പേരുകളൊക്കെ മാറിയും മറിഞ്ഞും വരുന്നു. ചില വെബ്സൈറ്റുകളൊന്നും പേര് ഞാൻ പറയുന്നത് ചില്ലറക്കാരൊന്നുമല്ല. അൽ ജസീറ, റോയിട്ടേഴ്സ്, CNN, IBN, ഇതുപോലത്തെ സാധനങ്ങളാണ്.
അപ്പോൾ ഗാർഡിയൻ ഇവരൊക്കെയാണ്. ഇവർക്കൊന്നും തന്നെ പേരുകൾ കൃത്യമായിട്ട് എഴുതാൻ ധൈര്യമില്ല. കാരണം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എങ്ങും. ഖത്തർ സർക്കാരും ഒന്നും പറയുന്നില്ല, ഇവരും ഒന്നും പറയുന്നില്ല. എല്ലാ രാജ്യങ്ങളും ഇതിനെ അപലപിച്ചിട്ടുണ്ട് കേട്ടോ. പോപ്പ് വരെ അപലപിച്ചു എന്ന് മീഡിയ വൺ എഴുതി കാണിക്കുന്നു. എനിക്ക് സത്യാവസ്ഥ അറിയാം. ഇത്ര പെട്ടെന്ന് പോപ്പ് കയറി അപലപിക്കുമോ? പോപ്പ് 1-2 ദിവസം കഴിഞ്ഞല്ലേ ചെയ്യുള്ളൂ. ഏതായാലും ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തു. അപലപിക്കാൻ വല്ലത് എണ്ണമുണ്ടോ? സൗദി അറേബ്യ വളരെ ശക്തമായിട്ട് അപലപിച്ചു. ഖത്തറും അപലപിച്ചു. ഖത്തർ പറഞ്ഞു ഇത് ഫ്ലാഗ്രന്റ് വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്നാണ് ഖത്തർ പറഞ്ഞത്. കാര്യമൊക്കെ ശരി, പക്ഷേ ഖത്തർ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ മീഡിയ വൺ കിടന്ന് ചാടുന്നത് എന്താണെന്ന് അവർക്ക് വലിയ ആവേശം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയും. ആദ്യം സൗദി അറേബ്യ ഇസ്രായേലിനെ ആക്രമിക്കും, തൊട്ടു പിന്നാലെ ഖത്തർ ആക്രമിക്കും, UAE വെറുതെ ഇരിക്കുമോ, ആറ്റം ബോംബെടുത്തിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീഡിയ വൺ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ നമുക്കറിയാം. ഞാൻ ഈ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ബുദ്ധി വേണ്ടെന്ന്, അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്നത് ഇതിങ്ങനെയല്ലേ വരുള്ളൂ എന്നാലോചിക്കുക. ഖത്തറിൽ കൊണ്ടുപോയിട്ട് ഈ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സൗദി അറേബ്യ, UAE, അമേരിക്ക ഏതായാലും അറിയിച്ചു എന്ന്. അമേരിക്ക ഔദ്യോഗികമായിട്ടില്ല, അനൗദ്യോഗികമായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞാലെന്താ, അനൗദ്യോഗികമായിട്ട് പറഞ്ഞാലെന്താ? വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നേരാണ്, ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ്. നീ കയറി മെതിക്കട, ഇച്ചിരി സൂക്ഷിക്കണം, എനിക്ക് ദോഷം വരാത്ത രീതിയിൽ ചെയ്യണം, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നെതന്യാഹു കയറി ചെയ്തതാണ്. ഇവർ ഈ പ്രമേയം പാസ്സാക്കിയും പ്രസ്താവന ഇറക്കിയൊക്കെ ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ശാന്തമാകും. ഹമാസിൻ്റെ ലീഡർ പോയി കഴിഞ്ഞാൽ അവന് വേണ്ടി ചാവാനായിട്ട് സൗദി അറേബ്യയ്ക്ക് എന്താ കിറുക്കാണോ? ഖത്തറിന് എന്താ കിറുക്കാണോ? ഖത്തർ നേരത്തെ മുതൽ ഇവർക്ക് അഭയം കൊടുത്തുപോയി, അവരടിച്ചിൽ വീണ പോലെയാണ് ഖത്തർ. എങ്ങനെയെങ്കിലും ഇതൊന്നും ഉരിയാമതെന്നും പറഞ്ഞാൽ അവരിയ്ക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇവന്മാർ ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി രാത്രി ഇവർ പാർട്ടി നടത്തി ഇതേ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അവന്മാരെ വകവരുത്തി. അതാണ് വാശി. ഇതിനിടയ്ക്ക് പിന്നെ പ്രസ്താവന ബാക്കിയുണ്ടായിരുന്നത് നമ്മളുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആൻ്റോണിയോ ഗുട്ടറസ്. എനിക്ക് പുള്ളിയെ കാണുമ്പോൾ സങ്കടമൊന്നും കേട്ടോ. വയസ്സായി കുഴമ്പൊക്കെ പുരട്ടിയിരിക്കേണ്ട നേരത്താണ് പുള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ വെടിപൊട്ടുന്നു, ഇവിടെ വെടിപൊട്ടുന്നു, സ്വസ്ഥതയില്ല. പുള്ളി ആ SCO മീറ്റിങ്ങിന് പോയി. അവിടുത്തെ സെക്രട്ടറിയോട് പറഞ്ഞു, എടാ എന്നെ ഒന്ന് അങ്ങോട്ട് ക്ഷണിക്ക്, ഞാൻ ഈ ദുരിതത്തിൽ നിന്ന് കുറച്ച് ദിവസത്തെ ഒന്ന് മാറട്ടെ എന്ന്. മാറി അവിടെ പോയി SCO ഒക്കെ കഴിഞ്ഞ് ആശാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ അതിലും വലിയ വെടിപ്പടക്കം. പുള്ളി ഇതിനെ ശക്തമായിട്ട് അപലപിക്കുന്നതിൻ്റെ കൂടെ പുള്ളി റിക്വസ്റ്റ് ചെയ്തു ഇസ്രായേലിൻ്റെ അടുത്ത്, അതേ ഒരു സീസ് ഫയറിനുള്ള ഒരുക്കമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ ചേട്ടാ? എവിടെ ഇസ്രായേൽ മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനെ വന്നു ഒരു രാജ്യവും മൈൻഡ് ചെയ്യുന്നില്ല ഈ ഗുട്ടറസിന്. ഇത്രയ്ക്ക് അഡ്രസ്സ് ഇല്ലാത്തൊരു UN സെക്രട്ടറി ജനറലിനെ ഞാൻ കണ്ടിട്ടില്ലപ്പോൾ. പക്ഷേ എന്ത് ചെയ്യാൻ, വയസ്സുകാലത്ത് അങ്ങനെ നല്ല ശമ്പളവും നല്ല കാശ് കിട്ടും കേട്ടോ. ഭീകരമായ കാശ് സൗകര്യങ്ങളൊക്കെയാണ്. ആകെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഈ പ്രസ്താവനകളൊക്കെ പുള്ളി ബ്ലാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈ രാജ്യം ഫില്ല് ചെയ്യുക, അതെടുത്ത് വായിക്കുക. ആ പുള്ളിയുടെ അസിസ്റ്റൻറ്റിനോട് പറയും, എടാ ഒരു കാര്യം ആ പ്രസ്താവന എടുത്തിട്ട് ഇന്ത്യക്ക് വേണ്ടി അത് റെഡിയാക്കി കൊണ്ടുപോകാൻ. അപ്പോൾ അവൻ ഇന്ത്യ എന്നുള്ളത് ഇന്ത്യ, ന്യൂഡൽഹി എന്നുള്ളത് ന്യൂഡൽഹിയൊക്കെ ഫില്ല് ചെയ്തിട്ട് മൂപ്പർക്ക് കൊടുക്കും, മൂപ്പരത് വായിക്കും. അപ്പോൾ ഇന്ത്യയുടെ പ്രസ്താവനയായി. അടുത്തത് പിന്നെ ഇനി എവിടെയായി യുദ്ധം? ചേട്ടാ അത് കോങ്കോയുടെ ആ ഫോമിങ് എടുത്തു. ഇതാണ് ഗുട്ടറസിൻ്റെ പണി. എന്ത് ചെയ്യും മനുഷ്യൻ? ഗതികെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകും. ഏതായാലും ഈ സാധനം പലരും വിചാരിക്കുന്നത് ഇത് ലോകമഹായുദ്ധം നടക്കുമെന്നാണ്. ഞാൻ ഇപ്പോഴേ നിങ്ങളോട് ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഒരു ലോകമഹായുദ്ധവും നടക്കാൻ പോകുന്നില്ല. ഗൾഫ് രാജ്യങ്ങളൊന്നും ഇതിൽ തലവയ്ക്കാൻ പോകുന്നില്ല. ഈവൻ ഖത്തർ പോലും ചെയ്യില്ല. ഖത്തറിൻ്റെ കയ്യിലൊരു മിനി പട്ടാളമൊക്കെ ഉണ്ട്. അങ്ങനെ മോശം, അവർ നല്ല ഒരുപാട് ആയുധങ്ങളും സംഗതിയൊക്കെ ഉള്ള ടീമാണ് ഖത്തർ സ്വന്തമായിട്ട്. അമേരിക്കൻ ബേസ് മാത്രമല്ല. പക്ഷേ അമേരിക്കൻ ബേസ് ഉള്ളപ്പോൾ ഖത്തറിന് എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണ്ടേ? അമേരിക്ക പെർമിഷൻ കൊടുക്കും. ഖത്തറിന് ഒരു കാര്യം ചെയ്യും, താനേതാണ്ട് ചൈനയിൽ നിന്ന് മിസൈൽ മേടിച്ചിട്ടില്ലേ? ഞാനിങ്ങ് മേടിച്ചു. സത്യം പറയണം, എൻ്റെ അടുത്ത് കള്ളത്തിലെടുക്കരുത്. അല്ല, അത് കുറച്ച് മേടിച്ചിട്ട് അത് പിള്ളേർക്ക് കളിക്കാനാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ മിസൈലല്ലേ മേടിക്കുന്നത് ചൈനയിൽ നിന്ന്. താൻ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം.
ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും വിചാരിക്കരുത്. അല്ല, അത് ഇരിക്കട്ടെ, അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യും, താൻ ചൈനയിൽ നിന്ന് മേടിച്ച് നിന്ന് ഒരു 4-5 മിസൈൽ ഇസ്രായേലിനെ ലാക്കാക്കി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് വിട്ടോ. അപ്പോൾ ഖത്തർ പിന്നെ സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കാൻ പറ്റില്ല, ഞാൻ അല്ലാഹു അക്ബർ, അതെങ്കിൽ അത് വിളിച്ചോന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് 5 മിസൈൽ ഇസ്രായേലിൻ്റെ ദിശ നോക്കി അങ്ങ് വിടും. അതുമല്ല കടലിലോ കപ്പലിലോ വീഴാതിരുന്നാൽ കൊള്ളാം. കടലിൽ എവിടെയെങ്കിലും വീണാൽ അത് തീർന്നോളും. ഇസ്രായേൽ പറയും ഖത്തർ ആക്രമിച്ചതായിട്ട് ഞങ്ങൾ വരവ് വെച്ചു എന്നൊക്കെ പറയും. നേരത്തെ ഇറാനൊന്ന് അമേരിക്കൻ ബേസിനെ ആക്രമിച്ചതല്ലേ ഖത്തറിലെ. അന്നും ഖത്തർ ഇതുപോലെ പ്രതിഷേധമൊക്കെ ഉയർത്തി, എന്നോട് ചോദിക്കാതെ എൻ്റെ എയർ സ്പേസിൽ കയറിയിട്ട് താൻ തല്ലിയോ എന്നൊക്കെ ചോദിച്ചു. ഇത് നേരത്തെ പറഞ്ഞിട്ടൊക്കെയാണ് ഇറാനും അടിച്ചത്. അമേരിക്കയെ തന്നെ അറിയിച്ചു, ഞാനൊരു മിസൈൽ അയക്കാൻ പോകണം കേട്ടോ. ഉണ്ടയില്ല വെടിയല്ലേ, ഒരു കാര്യം ചെയ്യും, ഞാൻ പഴയ 1-2 സാധനങ്ങൾ വെച്ചേക്കാം, അതിൻ്റെ തലയ്ക്ക് താനം കിട്ടോ. അവസാനം ആളില്ലാത്ത സ്ഥലത്തോ മിസൈലില്ലാത്ത സ്ഥലത്തോ മറ്റൊരു മിസൈൽ അയച്ചിട്ട് തടി രക്ഷിച്ചു ഇറാൻ. ഇതൊക്കെ പറഞ്ഞുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണെന്നേ. നമ്മളിവിടെ ഈ LDF UDF പൊറാട്ട നാടകം നിങ്ങൾ കാണുന്നില്ലേ? ഇതേ പരിപാടിയൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നതിനെയാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എനിക്കിതിനെപ്പറ്റിയൊന്നും പറയാനില്ല. താങ്ക് യു.